തമിഴ്നാട്ടിൽ വന്ന അടുത്ത വിശേഷമായിട്ടാണ് വന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും വയറൊക്കെ നിറപ്പിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. ആദ്യം ഇവരൊന്നും വലിയ കൂട്ടില്ലായിരുന്നു, പിന്നെ പിന്നെ ഭയങ്കര സംസാരമായിരുന്നു, അവർ ഭയങ്കര കളിയായിരുന്നു. ഇവിടുത്തെ ഭാഷയും അവിടുത്തെ ഭാഷയും കൂടി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടി. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര കാറ്റാണ് അവിടെ. ഞങ്ങളിങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി പിള്ളേർ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ്, കളിയും ബഹളവും. ആദ്യം റീലെടുക്കാൻ വാമ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡാൻസ് കളിച്ച് കാണിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാർപ്പിനണ്ടലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഒരാൾ എന്നെ 100 രൂപയൊക്കെ തന്ന് പറ്റിച്ചിട്ട് പോവുക, കളിപ്പിക്കുന്ന 100 രൂപയൊക്കെ. പിന്നെ വാർപ്പിൻ്റെ മാങ്ങ ഭയങ്കര ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്, പുളിയില്ല, ഭയങ്കര രുചിയായിരുന്നു പച്ചയ്ക്ക് തിന്നാൻ. പിന്നെ വാർപ്പിനണ്ടയിൽ പോയിട്ട് അവിടെയോ ഒടുക്കത്തെ കാറ്റ്, നമ്മളിൽ പറന്ന് പോകുന്ന കണക്ക്. ഇതുങ്ങൾ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പറന്ന് പോകുമായിരുന്നു. ഭയങ്കര കാറ്റാണ്, ഇരിക്കാൻ നല്ലൊരു സുഖമാണ് ഇരിക്കാൻ. പിന്നെ മേളിലൊക്കെ ഇറങ്ങിയപ്പോൾ അടിപൊളി കാഴ്ചകളായിരുന്നു, മലകളും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു തമിഴ്നാട് ഒരു വേറൊരു ഇത് തന്നെ, വേറൊരു ഫീൽ തന്നെ കേരളം വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ അവർ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര കളിയും എല്ലാവരും ഒക്കെ കണ്ടതിനൊരു ബഹളവും. നമ്മൾ വെക്കേഷനായിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും. നമ്മൾ പെരുന്നാളായിട്ട് എങ്ങോട്ട് പോകാനും ഒന്നും ഒരു പ്ലാനിങ് ഇല്ല, പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പായിരുന്നു. പക്ഷെ കൊള്ളായിരുന്ന രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് പോയപ്പോഴത്തേക്കും ചായയും ചക്ക വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സംസാരിച്ച് സൊറ പറഞ്ഞ് ഇരുന്ന് കഴിക്കുകയും പിള്ളേരും എൻ്റെ മുറ്റത്തൊക്കെ ഭയങ്കര ബഹളവും കാര്യങ്ങളും, എല്ലാവരെയും കണ്ട സന്തോഷങ്ങളും. അടുത്ത വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.